ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി മിത്രയ്ക്ക് ദേഷ്യം അടങ്ങുന്നില്ല കേട്ടോ. മിത്രയെ ആരും തന്നെ അവിടെ നോക്കുന്നില്ല. മിത്ര എന്ത് പറഞ്ഞാലും ആരും കേൾക്കുന്നില്ല. അങ്ങനെ മിത്ര കരഞ്ഞുകൊണ്ട് പത്മക്ക് വിളിക്കുകയാണ്. എന്നെ അപമാനിക്കാനാണോ പത്മാൻ്റി എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടത്? എനിക്കിവിടെ വേണ്ട സ്വീകരണവും തന്നില്ല. എന്നാൽ ഞാൻ പറയുന്ന വാക്കുകൾ ആരും തന്നെ ഇവിടുത്തെ സ്റ്റാഫുകൾ കേൾക്കുന്നില്ല. എന്തിനാ എന്നെ ഇങ്ങനെ അപമാനിക്കുന്നത് എന്ന് പറഞ്ഞ് മിത്ര കരയുമ്പോൾ ഉടൻ തന്നെ പത്മ പറയണേ, എന്താണ് അവിടെ സംഭവിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആനന്ദിനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ ആനന്ദിനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇതേ സമയം അങ്ങോട്ടേക്ക് യതീന്ദ്രൻ വരികയാണ്. അപ്പോൾ യതീന്ദ്രൻ ഇങ്ങനെ ഇരുന്ന പാടെ ഇങ്ങനെ യതീന്ദ്രൻ പറയാണ്, നിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം നിൻ്റെ മകൻ തെറ്റിക്കും. ഇതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ, ഇല്ല ഒരിക്കലും അവൻ എൻ്റെ മുന്നിൽ ആ വേലക്കാരി പെണ്ണിനെ കൊണ്ടുവന്ന് വിജയിക്കാൻ ഞാൻ സമ്മതിക്കില്ല, അതിനെ അനുവദിക്കില്ല. എൻ്റെ പത്മേ, നീ ചിന്തിച്ചാൽ നന്ന്. നിൻ്റെ മകനോട് എന്ന് നീ പോരാടിയാലും തോൽവിയല്ലാതെ നിനക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല. ആ തോൽവിക്ക് നീ നിൽക്കണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ഞാൻ ഒരിക്കലും തോൽക്കില്ല, ഞാൻ ഒരിക്കലും തോൽക്കാൻ ഞാൻ അനുവദിക്കില്ല, ഞാൻ ഉറപ്പാണ്, ഞാൻ അതിൽ വിജയിക്കും എന്നൊരു ഉറപ്പുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് മിത്രക്കങ്ങ് ദേഷ്യം പിടിക്കണം. മിത്ര ദേഷ്യത്തോടു കൂടി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ. എന്നാൽ ഈ സമയം സൂര്യയും അതുപോലെ നന്ദിനിയും കൂടി ക്യാബിനിലോട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ സൂര്യ പറയാണ്, ഇതാണ് ഞാൻ ഇരിക്കുന്ന സീറ്റ്, ഈ സീറ്റിൽ ഇനി നന്ദിനി. അത് കേട്ട ഉടൻ തന്നെ നന്ദിനി പറയാം, അയ്യോ സാർ, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. സാർ എന്താ ഈ പറയുന്നത്? നന്ദിനി, ഞാൻ വരുമ്പോൾ പറഞ്ഞതല്ലേ. അപ്പോൾ വിജയും വിവേകും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വിജയ് ഇത് കണ്ടിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇപ്പുറത്താണെങ്കിലോ വിവേക് എന്താ മാഡം, സൂര്യ സാർ പറയുന്നത് കേൾക്ക്. നന്ദിനി എന്താ ഇങ്ങനെ? സൂര്യ സാർ ഇതൊക്കെ ചെയ്യുന്നത് നന്ദിനിക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പോഴേക്കും ദേഷ്യം പിടിക്കുകയാണ് കേട്ടോ നന്ദിനിക്ക്. അങ്ങനെ നന്ദിനി പറയാൻ, എനിക്കൊന്നും തന്നെ കേൾക്കണ്ട, എനിക്കിതിൽ ഇരിക്കാൻ പറ്റത്തില്ല, എന്നോട് വേറെന്തെങ്കിലും പണി പറഞ്ഞു നോക്ക്, ഞാനത് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അവിടെയുള്ള ആ സ്റ്റാഫ്, ചെവി കേൾക്കാത്ത ആ സ്റ്റാഫ് ഉണ്ടല്ലോ, അയാൾ നന്ദിനി മിത്രയുടെ റൂമിലോട്ട് പോവാണ്. അങ്ങനെ ഒരു ട്രേയിൽ പച്ചവെള്ളവും പിന്നീട് ഒരു ജ്യൂസും 2 ഗ്ലാസ്സിലായിട്ട് വെച്ചിട്ടുണ്ടാവും കേട്ടോ. അതിൽ പച്ചവെള്ളം എടുത്തിട്ട് മിത്രക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം മിത്ര ചോദിക്കുകയാണ്, ഈ ജ്യൂസ് ആർക്കാന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേട്ടോടെ തന്നെ ഇപ്പോൾ പുതുതായി വന്ന നന്ദിനി മേഡത്തിന്, ഞങ്ങളുടെ മുതലാളിക്ക് എന്ന് പറയാം കേട്ടോ. ഇതങ്ങ് കേൾക്കുന്ന മിത്രക്ക് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ വീണ്ടും തന്നെ ഇങ്ങനെ ഈ അപമാനിക്കുന്നത് കാണുമ്പോൾ മിത്രക്ക് സഹിക്കുന്നില്ല. അങ്ങനെ പിന്നീട് മിത്ര എന്ത് ചെയ്യുന്നു, ദേഷ്യത്തോടു കൂടി അവിടെ ഇരിക്കുമ്പോൾ ഇയാളാണെങ്കിലോ നന്ദിനിയുടെ റൂമിലോട്ട് പോയിട്ട്, മാഡം, നന്ദിനി മാഡത്തിന് എന്താ ജ്യൂസ്? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ നന്ദിനി ചോദിക്കുകയാണ്, അല്ല മിത്രക്ക് കൊടുത്തോ എന്ന് ചോദിക്കണം. ആ, അവർക്ക് പച്ചവെള്ളം കൊടുത്തു. എന്താ അവർക്ക് പച്ചവെള്ളം കൊടുക്കുന്നത്? അങ്ങനെയല്ലല്ലോ മര്യാദ, അവർക്ക് ജ്യൂസ് കൊടുക്കണേ, ഞാൻ കൊണ്ടു കൊടുക്കട്ടെ ജ്യൂസ് എന്ന് പറഞ്ഞ ഉടൻ തന്നെ അതിനെ അനുവദിക്കില്ല കേട്ടോ. വേണ്ട, ജ്യൂസ് കൊടുക്കണ്ട എന്ന് സൂര്യ പറയണം. ഞാൻ പറഞ്ഞിട്ടാണ് അവൾക്ക് ജ്യൂസ് കൊടുത്തത്, പച്ചവെള്ളം കൊടുത്തതും നന്ദിനിക്ക് ജ്യൂസും, അവൾ അതിനെ അർഹിക്കുന്നേ ഉള്ളൂ. സൂര്യ സാർ ഒന്നും മിണ്ടാതിരുന്ന് വെറുതെ ഈ വീട്ടിലൊരു വഴക്കുണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്നും പോകുമ്പോൾ ഉടൻ തന്നെ വിവേകിനോട് പറയണേ, ഇവളെന്താ ഒരിക്കലും ശരിയാവില്ലേ? അപ്പോൾ ഉടൻ തന്നെ നന്ദിനി മേഡം, സൂര്യ സാർ പറയുന്നത് ഒന്നങ്ങ് കേൾക്കേ എന്നൊക്കെ പറഞ്ഞു നോക്കുമെങ്കിലും കൂടി ആ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ മിത്രയുടെ റൂമിലോട്ട് ഈ പറയുന്ന നന്ദിനി ചെല്ലാണ് കേട്ടോ. നന്ദിനിയെ കാണുമ്പോൾ മിത്ര ദേഷ്യം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. മിത്ര, ഇതാ ജ്യൂസ് എന്ന് പറയാം കേട്ടോ. ആർക്ക് വേണം നിൻ്റെ ഔദാര്യം? നിൻ്റെ ഔദാര്യം എനിക്ക് വേണ്ടിടി, നീ കൊണ്ടുപോടി എന്ന് പറഞ്ഞിട്ട് അവിടെ നന്ദിനിയെ ആട്ടി വിടണം കേട്ടോ. അതോടുകൂടി നന്ദിനിക്ക് കിട്ടേണ്ടത് കിട്ടി കേട്ടോ. അങ്ങനെ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ നന്ദിനി ക്യാബിനിലോട്ട് ചെല്ലുമ്പോൾ സൂര്യ പറയും, നിനക്ക് കിട്ടേണ്ടത് കിട്ടിയില്ലേ? അപ്പോഴേക്കും വിവേക് പറയണേ, നന്ദിനി നീ ഈ കസേരയിൽ ഇരിക്കേ. ഇല്ല, ഞാൻ ഇരിക്കില്ല, എന്നോട് വേറെ എന്തെങ്കിലും പറഞ്ഞേക്ക്, അത് ഞാൻ ചെയ്യും. സൂര്യ സാറിൻ്റെ കസേരയാണ്, ഇതിൽ ഞാൻ ഇരിക്കത്തില്ല. ഈ കമ്പനിയിൽ വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഞാനത് ചെയ്യാമെന്ന് പറയാനായിട്ടോ. അപ്പം കാണാം മിത്ര പുറത്തോട്ട് വന്നിട്ട് എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുകയാണ്, ഞാൻ ഈ കമ്പനിയിൽ വെറുതെ നിങ്ങളെപ്പോലെ വലിഞ്ഞു കയറി വന്ന ഒരു സ്റ്റാഫല്ല, ഞാൻ ഈ കമ്പനിയിലെ മുതലാളിയാണ് എന്ന ലെവലിൽ മിത്ര സംസാരിക്കുന്നത് കേട്ട് സൂര്യയും നന്ദിനിയും വിവേകും വിജയൊക്കെ പുറത്തോട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ എന്താ ഇവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും വീണ്ടും പറയുന്നുണ്ട്, ഞാൻ ഈ കമ്പനിയിൽ ആരാണെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഞാൻ ഈ
കമ്പനിയിലെ പത്മ മേഡത്തിൻ്റെ അതേ സീറ്റിലിരിക്കുന്ന അതേ പൊസിഷനിലിരിക്കുന്ന ആളാണ്. നിങ്ങൾക്ക് ഞാൻ എന്താണെന്ന് ശരിക്കും അറിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് പിന്നീട് വിജയെ വിളിക്കുകയാണ് കേട്ടോ. വിജയോട് ചോദിക്കുകയാണ് നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്? അപ്പോൾ വിജയ് പറയും എനിക്ക് പ്രത്യേകിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ താനിവിടെ വെറുതെ ഇങ്ങനെ നടക്കുകയാണ്. അത് കേട്ട ഉടനെ വിജയ് പറയണേ അതെ നിങ്ങൾ എന്നെ ഭരിക്കാൻ വരണ്ട, ഞാൻ പത്മ മേഡത്തിൻ്റെ മരുമകനാണ്, അതായത് എൻ്റെ സ്വത്തുക്കളാണിത്, ഇതിൽ നിങ്ങൾ കൈക്കടത്തണ്ട. അതൊന്നും എനിക്കറിയില്ല. പത്മ മേഡം എന്നെ ഏൽപ്പിച്ച പണി നിങ്ങളൊക്കെ പണിയെടുപ്പിക്കുക എന്നുള്ളത്, അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ നിന്ന് ഓർഡർ ഇടുന്നു. എല്ലാവരും കൂടി അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ, ആരും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ സമയം കാണാം അതിനെ ഈ ഒരു സ്റ്റാഫ്, അതായത് ചെവി കേൾക്കാത്ത ആ ആളുണ്ടല്ലോ അതിന് പോകുന്നുണ്ട്. ഡോ ഒന്നവിടെ നിന്നടോ എന്ന് പറഞ്ഞ് അയാളെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അയാളും വിളി കേൾക്കുന്നില്ല. അപ്പോഴേക്കും സൂര്യയും നന്ദിനിയും വിവേകും വിജയൊക്കെ പരസ്പരം അങ്ങോട്ട് കൂടി നിന്ന് സ്റ്റാഫുകളുമായി സംസാരിക്കുകയാണ്. അപ്പോൾ അയാളെ നന്ദിനി ഇങ്ങനെ മിത്ര ഇങ്ങനെ വിളിച്ചിട്ടും അയാൾ വിളി കേൾക്കുന്നില്ലെന്ന് കണ്ട ഉടനെ ഡോ തന്നെ അല്ലടോ ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞ് അയാളുടെ കാരണം നോക്കി അങ്ങ് കൊടുക്കുമ്പോൾ അവിടെയുള്ള സ്റ്റാഫുകളെല്ലാം ആകെ പകച്ചു പോവാണ്. ഇതേ സമയം സൂര്യ വന്നിട്ട് താൻ എന്താണ് ഈ ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഈ ആൾ അടി കിട്ടിയ ഉടനെ എന്തിനാ എന്നെ അടിച്ചതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ താൻ എന്താ എന്നെ കളിയാക്കോടെ, താൻ ഞാൻ പറഞ്ഞത് മറുപടി പറയുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ചോദിക്കുന്നത് എന്തിനാ എന്നെ അടിച്ചത് എന്നാട്ടോ. അപ്പോഴേക്കും സൂര്യ ഇയാളുടെ അടികത്തോട്ട് വന്നിട്ട് സൂര്യ ചോദിക്കുകയാണ് ഈ ചെവിയിൽ വെച്ചത് എവിടെയെന്ന്. അപ്പോഴേക്കും അയാൾ അയ്യോ ഞാൻ മറന്നുപോയി വെക്കാൻ എന്ന് പറഞ്ഞ് തൻ്റെ പോക്കറ്റിൽ നിന്നും ആ ഒരു വയറെടുത്ത് ചെവിയിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ഇയാൾ ചോദിക്കുകയാണ് എന്തിനാ മേഡം എന്നെ അടിച്ചത്. അപ്പോഴേക്കും സൂര്യ പറയണേ ഒരു ചെവി കേൾക്കാത്ത മനുഷ്യനെ മനഃപൂർവ്വം ഇത്ര നീ എന്തിനാ അടിച്ചത്? ഞങ്ങളുടെ കമ്പനി ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ കമ്പനിയിലുള്ള ഓരോ സ്റ്റാഫുകളും ഞങ്ങൾ കുടുംബം പോലെയാണ് കഴിയുന്നത്. അപ്പോൾ ഈ കുടുംബത്തിൽ ഒരാളെ തൊട്ടാൽ ഞങ്ങൾ ആരും വെറുതെ എടുക്കില്ല. ചെവി കേൾക്കാത്ത ഒരാളെ പിറകിൽ നിന്ന് വിളിച്ചാൽ മിത്രയ്ക്ക് ചെവി കേൾക്കില്ലെങ്കിൽ മിത്രയെ വിളിച്ചാൽ മിത്രയ്ക്ക് വിളി കേൾക്കാൻ കഴിയുമോ? അപ്പോൾ എനിക്കിതൊന്നും അറിയില്ലല്ലോ, ഇയാൾക്ക് ചെവി കേൾക്കില്ലെന്ന്. എന്നാൽ അറിയില്ലെങ്കിൽ സോറി പറ എന്ന് പറയണം. ഇത് കേൾക്കുന്ന മിത്ര ഞാൻ സോറി പറയാനോ, എൻ്റെ പട്ടി ഇയാളോട് സോറി പറയുമെന്നും പറഞ്ഞ് അവിടെ നിന്നങ്ങ് പോവാണ് കേട്ടോ. ഇത് കേൾക്കുന്നതിനോടുകൂടി ആകെ ഞെട്ടിപ്പോവാണ് സൂര്യ. അപ്പോൾ സൂര്യ പറയണേ ഞങ്ങളുടെ കമ്പനിയിലെ ഒരു സ്റ്റാഫിനോട് അപമര്യാദയായി പെരുമാറിയിട്ട് ഏത് മുതലാളിയാണെങ്കിലും ശരി ഈ നിൽക്കുന്ന ആളോട് സോറി പറയാതെയും കണ്ട് ഇനി ഇവിടുത്തെ തൊഴിലാളികളൊന്നും തന്നെ ചെയ്യില്ല അല്ലേ? അതെ ഞങ്ങളോട് സോറി പറയണം, ഞങ്ങളോട് സോറി പറയാതെ ഞങ്ങൾ ഇനി പണിയെടുക്കില്ല. അപ്പോൾ മിത്ര പറയണേ നീ എന്തിനാ നിൻ്റെ കമ്പനി പൂട്ടിക്കുന്ന പരിപാടി ചെയ്യുന്നത്? നീ എന്തിനാ ഇവരെ ഇങ്ങനെ എരിപിരി കയറ്റി കൊടുക്കുന്നത്? എരിപിരിയല്ല, ഈ കമ്പനിയിൽ ആര് തെറ്റ് ചെയ്താലും സോറി എന്ന വാക്ക് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കാൻ പറ്റുന്നത് വരെ ഞങ്ങളെല്ലാവരും കൂടി സമരം ചെയ്യുമെന്ന് പറയണേ. അങ്ങനെ എല്ലാവരും സൂര്യയും നന്ദിനിയും വിവേകും വിജയും ഒക്കെ കൂടി ഇങ്ങനെ സമരം ചെയ്യാൻ ഇറങ്ങാണ്. എന്നാൽ ഈ സമയം വിജയ് ആണെങ്കിൽ ആരും കാണാതെ ഇന്ദ്രജയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. ഇന്ദ്രജയോട് പറയണം ഇന്ദ്രജയെ ഈ വന്നിരിക്കുന്ന ഈ മിത്ര ആൾ അപകടകാരിയാണ്, ഞാൻ ഈ കമ്പനിയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് അവൾക്കറിയണത്രേ. അവൾ എന്നെ ചോദ്യം ചെയ്യാൻ വന്നു, ഞാൻ അവൾക്കിട്ടൊരു പണി കൊടുക്കട്ടെ? അത് കേട്ട ഉടനെ വേണ്ട, അമ്മ ആക്കിയ ആളല്ലേ, അവൾക്ക് പണി ഞാൻ കൊടുത്തോളാം, അവിടെ എന്ത് ചെയ്യുമ്പോഴും എന്നെ വിവരം അറിയിച്ചാൽ മതി എന്ന് ഇന്ദ്രജ പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം പെട്ടെന്ന് നന്ദിനി മിത്രയുടെ അതായത് ആ കമ്പനിയിലുള്ള വേറൊരു സ്റ്റാഫ് മിത്രയുടെ പ്രതികരിച്ചത് തീരെ ശരിയായില്ല എന്നുള്ളത് പത്മയോട് വിളിച്ച് പറയണം. അപ്പോൾ കമ്പനിയിലുള്ള സൂര്യ സാർ അടക്കം ഇവിടെ സമരത്തിന് നിന്നിരിക്കുകയാണ്. ഈ കമ്പനി ഇങ്ങനെ വെച്ചെങ്കിൽ പത്മ മേഡം വിചാരിക്കുന്നതിന് മുന്നേ തന്നെ പൂട്ടേണ്ടി വരും, അതുകൊണ്ട് ആ പെൺകുട്ടി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇത് വിഷയമാവുമെന്ന് പറയുമ്പോൾ പത്മ പെട്ടെന്ന് തൻ്റെ വണ്ടിയെടുത്ത് അവിടെ നിന്ന് വരികയാണ് കേട്ടോ. അങ്ങനെ പത്മയും ഇനി മിത്രയും കൂടി സൂര്യയുടെ മുന്നിൽ മാപ്പ് പറയുന്ന കിടുക്കൻ രംഗമാണ് കേട്ടോ.